Hi guys and welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ക്രിസ്മസ് കേക്കിൻ്റെ പാർട്ട് 2 നമ്മുടെ ക്രിസ്മസ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണത്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയുക എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സാണിത്. ഞാനിപ്പോൾ ഒരു 4 days വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റേത് ആക്ച്വലി എല്ലാം നല്ലതായിട്ട് സോക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് എക്സ്ട്രാ അങ്ങനെ ലിക്വിഡായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പം കുറേ നാൾ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ഇപ്പം ഇന്നിപ്പോൾ ചെയ്തിട്ട് നാളെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ദിവസം വയ്ക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയൊരു മിക്സിങ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 181 grams ഓഫ് ബട്ടർ, നമ്മൾ റൂം ടെമ്പറേച്ചർ ബട്ടറാണ് എടുക്കുന്നത്, അത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 180 grams ഓഫ് ബ്രൗൺ ഷുഗർ എന്ന് പറയുമ്പോൾ ലൈറ്റ് ബ്രൗൺ ഷുഗർ ആകാം, അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഷുഗർ ആകാം കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നല്ല ക്രീമി ആയിരിക്കണം, നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ജിഞ്ചർ ബ്രെഡിൽ പറഞ്ഞ പോലെയല്ല, നല്ലതായിട്ട് ക്രീമി ആവണം കേട്ടോ അതിനകത്ത്. അതുപോലെ എല്ലാത്തിലും പറയുന്ന പോലെ ബീറ്റ് ചെയ്യുമ്പോഴത്തേനും ജസ്റ്റ് എല്ലാ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്താ പറയുക എല്ലാം കറക്റ്റായിട്ട് വരണം എന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇടയ്ക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ ആൻഡ് ഷുഗർ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്ന എഗ്ഗാണ്. ഓക്കെ, മുട്ട. അപ്പോൾ ഞാനിവിടെ മൊത്തം 3 എണ്ണം എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുമിച്ചല്ല ആഡ് ചെയ്യുന്നത്, ഓരോന്നായിട്ടാണ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരെണ്ണം ആഡ് ചെയ്യുക, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ആഡ് ചെയ്യുക, ബീറ്റ് ചെയ്യുക, മൂന്നാമത്തെ ആഡ് ചെയ്യുക. അതുകൊണ്ട് ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗെല്ലാം നന്നായിട്ട് കമ്പൈൻ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1 tablespoon ഓറഞ്ച് ജ്യൂസാണ്. അതുപോലെ 1 tablespoon ഏതെങ്കിലും ഒരു ആൽക്കഹോൾ, അതായത് ബ്രാൻഡി, റം, വിസ്കി, ജിൻ ഏത് വേണമെങ്കിലും ആകാം. 1 tablespoon ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 teaspoon വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ 1 tablespoon മെലാസസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മെലാസസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാരമലൈസ് ചെയ്തിട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് ഇത്രയും ആഡ് ചെയ്യുക. ഇനി നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ബീറ്റ് ചെയ്യുമ്പോഴത്തെ ഇതുപോലെ കേർഡിലായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇതൊക്കെ നോർമലായിട്ടുള്ളത് തന്നെയാണ്, അതുകൊണ്ട് അതൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ വൈറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 227 grams ഓഫ് പ്ലെയിൻ ഫ്ലവർ, അതായത് മൈദ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സിഫ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അതും അതിലേക്ക് നമുക്കിനി സിനമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചത്, ഗ്രാമ്പു പൊടിച്ചത്, ജിഞ്ചർ പൗഡർ, ജാതിക്ക പൊടിച്ചത്, ഇതെല്ലാം കൂടെ ഒരു 1/4 ടീസ്പൂൺ വെച്ച് ഇടാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ആൻഡ് ഉപ്പ്, ഇതും 1/4 ടീസ്പൂൺ വെച്ച് ഇടാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ എയറൊക്കെ അങ്ങ് പോവും. അതുകൊണ്ട് ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് 2 ബാച്ചായിട്ട് 2 or 3 ബാച്ചായിട്ട് ഇടാം. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ കമ്പൈൻ ആവണം, അത്രയേ ഉള്ളൂ. ആ മൈദയുടെ ഒരു ഇതൊക്കെ അങ്ങ് മാറണം, അത്രയേ ഉള്ളൂ. ഒരുപാട് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ആഡ് ചെയ്യാം. ഞാനിട്ടൊരു കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി, ഒരുപാട് അങ്ങനെ ചെറുതാക്കണ്ട. അതിലേക്ക് നമുക്കിനി ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. മൈദ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേനും അങ്ങ് താഴ്ന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിപ്പം ഒരുപാട് നട്ട്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇനി ബാറ്ററിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യുക.
നിങ്ങളൊരിക്കലും ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്. പതുക്കെ ഫോൾഡ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഞാനൊരു 2 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ചിട്ട് ഫോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും തന്നെ ആഡ് ചെയ്യണമെന്നില്ല. ഞാൻ ഒരുപാട് എനിക്ക് തോന്നുന്നു എൻ്റെ കേക്ക് ഫുള്ള് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിരുന്നു. കേക്ക് ശരിക്കും പറഞ്ഞാൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ മതിയെങ്കിൽ കുറച്ചായിട്ട് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ 2 വലിയ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഒരുമിച്ചാണ് ആഡ് ചെയ്തത്, ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൾഡ് ചെയ്തെടുക്കുക, ഒരുപാടിട്ട് മിക്സ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ. അതുപോലെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരു 1 kg വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അത്രയും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ മെഷർമെൻറ്റ്സ് ഒക്കെ മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ആക്ച്വലി റെഡി ആയിട്ടുണ്ട്. ഒരു ഫുള്ള് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നിറഞ്ഞ് നിൽക്കുന്ന ഒരു ബാറ്ററാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ മോൾഡ്സിലാണ് ഇത് ആക്ച്വലി കുക്ക് ചെയ്തെടുക്കുന്നത്, ബേക്ക് ചെയ്തെടുക്കുന്നത്. ചെറിയ മിനി പ്ലം കേക്ക് അല്ലെങ്കിൽ മിനി ക്രിസ്മസ് കേക്ക്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഈസിയായിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. നമുക്ക് കട്ട് ചെയ്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം എനിക്കൊരു 1/4 to 1/3 കപ്പ് വരെ ഒരു മോൾഡിൽ നിൽക്കും. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് എല്ലാത്തിലും ഫില്ല് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 140 degrees Celsiusലാണ് ബേക്ക് ചെയ്യുന്നത്. അത് 20 to 20 minutes ബേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 20 to 20 minutes ആകുമ്പോൾ കറക്റ്റ് ബേക്കായി വന്നോളൂ. ഒരുപാട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റ് ടൈമാണിത്. ഇനി കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ സെൻറ്ററിലൊരു സ്ക്യൂ വെച്ച് നോക്കുക. കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു 5 minutes കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് നടക്കുമ്പോഴത്തേനും അതിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ആൽക്കഹോൾ, ഏതെങ്കിലും ഒരു ആൽക്കഹോൾ ഒന്ന് ബ്രഷ് ചെയ്ത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ ഫീഡിംഗ് എന്ന് പറയും കേട്ടോ. ഇത് വേണമെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് വച്ചേക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ വച്ചേക്കുന്നില്ല. ഇനി നല്ല തണുത്തതിന് ശേഷം മാത്രമേ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാവൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഞാൻ അധികം തണുക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്താൽ. എനിവേസ് ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, അടിപൊളിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. സോ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, share, like and comment. Thank you and happy Christmas.